നമ്മൾ ഇപ്രാവശ്യം പറയാൻ പോകുന്നത് എല്ലാവർക്കും ഒരു ചെറിയ വരുമാന മാർഗം വീട്ടമ്മമാർക്കൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പിനെ കുറിച്ചാണ്. അപ്പോൾ അതിന് ഏറ്റവും നല്ല പരിപാടിയാണ് കോഴി വളർത്തൽ. അപ്പോൾ കോഴി വളർത്തൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോഴിക്കൂട് ഉണ്ടാക്കുന്നതിൻ്റെ ചിലവുകൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പം പരമാവധി ചിലവ് കുറഞ്ഞ് അത് എത്ര കാലം പരമാവധി ലാസ്റ്റിങ് കിട്ടുന്ന രീതിയിൽ ഒരു കോഴിക്കൂട് സെറ്റാക്കുന്ന ഫുൾ ഡീറ്റെയിൽസ്, അതിൻ്റെ ചിലവുകൾ കാര്യങ്ങൾ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന കോഴിക്കൂടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഏരിയയിൽ പിന്നെ നമ്മൾ പുറത്തുനിന്ന് തന്നെ ഒരു കോഴിക്കൂട്, അതായത് അത്യാവശ്യം മഴയായിരുന്നു, അപ്പം അതിനുള്ള ഫ്രെയിമുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് തന്നെ സെറ്റാക്കിയിട്ട് ഒരു ഷെഡ് ഉണ്ടായിരുന്നു. നമ്മളവിടെ ഒരു പശുവിൻ്റെ കൂടടിക്കാനുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ പറഞ്ഞാണ്. അപ്പം എല്ലാം നമ്മൾ ഇവിടെ തന്നെ ഫ്രെയിമെല്ലാം സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഫ്രെയിം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 4 സൈഡിലും നമ്മൾ 1.5 സ്ക്വയർ പൈപ്പാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കി എല്ലാം 3/4 പൈപ്പാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പം എല്ലാം ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം 3/4 യൂസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഫ്രെയിം റെഡിയാക്കുന്നു. അതിന് ശേഷം അതിന് ഫുള്ള് നെറ്റ് അടിക്കുന്ന ഒരു ഡോർ വെക്കുന്നു. പിന്നെ അതിന് മുകളിൽ ഒരു ചെറിയ ഷീറ്റ്. അത്ര മാത്രമേ അതിന് ഇപ്രാവശ്യത്തെ പരിപാടിയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഫ്രെയിം റെഡിയാക്കുന്നു. അപ്പം പരമാവധി ചിലവ് കുറഞ്ഞ രീതിയിൽ, അതായത് പിന്നെ ആരോടെങ്കിലും പറഞ്ഞ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലാതെ ആണെങ്കിൽ ഒരു ചെറിയൊരു വെൽഡിങ് കാരുടെ സഹായം ഉണ്ടെങ്കിൽ സ്വന്തം ഐഡിയയിൽ പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഫ്രെയിം ആദ്യം തന്നെ റെഡിയാക്കി എടുക്കുകയാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത്. ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്ന കോഴിക്കൂട് ഏകദേശം ഒരു 40-45 കോഴിയൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. സാധാരണ ഒരു സ്ക്വയർ ഫീറ്റിൽ ഒരു കോഴിയാണ് പറയുന്നത്. അപ്പോൾ ഇത് 50 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അകത്ത് 50 വരെ മാക്സിമം ഇടാം. അപ്പോൾ ഒരു 40-45 സുഖമായിട്ട് ഇടാം. അപ്പം ചെറിയ കോഴിയൊക്കെ ആണെങ്കിൽ അതിനെക്കാട്ട് എണ്ണം കൂടുതൽ ഇടാം. വലിയ കോഴിക്കാണ് അങ്ങനെ എണ്ണം പറയുന്നത്. പിന്നെ ഇതിന് ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാണിച്ചു തരാം. അപ്പോൾ അതിലും കൂടുതൽ കോഴിയാണെങ്കിലും ഇതിനകത്ത് സുഖമായിട്ട് നിൽക്കാൻ പറ്റും. അപ്പം 3/4 പൈപ്പ് 3 ക്രോസേ നമ്മൾ ആകെ അടിച്ചിട്ടുള്ളൂ. പിന്നെ സെൻട്രൽ സപ്പോർട്ട്, പിന്നെ ഒരു ചെറിയ ഡോർ. പിന്നെ ഇതിൻ്റെ മുകളിൽ അടിക്കേണ്ടത് അരക്കരയുടെ 10 ഗേജിൻ്റെ മെഷാണ് നമ്മൾ അടിക്കുന്നത്. കാരണം അരക്കര മെഷ് അടിക്കുന്നതിന് കാരണം പാമ്പ് കാര്യങ്ങളൊന്നും കയറരുത് എന്നുള്ള രീതിക്കാണ് നമ്മൾ അത്രയും പിന്നെ അടുപ്പുള്ള നെറ്റ് അടിക്കുന്നത്. അതുതന്നെ 10 ഗേജ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. സാധാരണ 10 ഗേജാണ് അത്രയും കൂടുതൽ കിട്ടുന്നത്. അപ്പം സാധാരണ റെഡിമെയ്ഡ് കോഴിക്കോട് ഉണ്ടാക്കിയാനുള്ള പ്രശ്നം ഇതിൻ്റെ അടിഭാഗം പെട്ടെന്ന് തുരുമ്പെടുത്ത് പോകുന്നു എന്നുള്ളതാണ്. 2 വർഷം കൊണ്ടൊക്കെ 2-3 വർഷമൊക്കെ മാക്സിമമാണ് കിട്ടുന്നത്. അതിന് ഒരു 10-25,000 രൂപയൊക്കെ മുടക്കി ഒരു 10-30 കോഴി ഇടാൻ പറ്റുന്ന രീതിയിൽ സെറ്റാക്കി കഴിയുമ്പോഴത്തേക്കും പോകുകയെന്ന് പറയുമ്പോഴത്തേക്കും ആളുകൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഈ കോഴിക്കൂടിന് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിവശമാണ് മെയിനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഇപ്രാവശ്യം അതുകൊണ്ട് പുറത്ത് ഓപ്പണായിട്ടൊരു കോഴിക്കൂടാണ് സെറ്റാക്കുന്നത്. അപ്പം അടിവശത്ത് കല്ലെല്ലാം കെട്ടി റെഡിയാക്കിയിട്ട് ഈ ഒരു കോഴിക്കൂട് റെഡിയാക്കുന്നു. അപ്പം നമ്മൾ പുറത്തുനിന്ന് ഫ്രെയിമെല്ലാം അടിച്ച് എൻ്റെ പണി ഏകദേശം തീർത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ച് അത് മഴയായതുകൊണ്ടാണ് നടന്ന് സെറ്റാക്കിന് കേട്ടോ. ഇവിടുന്ന് സെറ്റാക്കാൻ പറ്റുന്ന കേസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ റെഡിയാക്കി. അപ്പോൾ അടിവശത്തൊന്നും പിന്നെ നനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ മേലെ നമ്മൾ കറക്റ്റ് 10 അടിയുടെ 3 ഷീറ്റാണ് കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ 7 അടി വലിപ്പമുള്ള 7 സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ കൂട് പണിതിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ തന്നെ 2 വെട്ടുകൽ നമ്മൾ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 വെട്ടുകൽ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ മണ്ണോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അതിനകത്തോട്ടൊരു കുഴിയാണ്. അപ്പോൾ ആ ഒരു കുഴിയിൽ സംഭവം സെറ്റാകുന്ന രീതിയിൽ കോഴിക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ അടിയിൽ അടക്കപ്പൊടി കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ 5 അടിയുടെ നെറ്റും പിന്നെ 2 വെട്ടുകലിൻ്റെ ഹൈറ്റും കൂടി വരുമ്പോഴത്തേക്ക് 6-6 അടി ഹൈറ്റ് കിട്ടും. നമുക്കാണെങ്കിലും സുഖമായിട്ട് കയറി നിൽക്കാൻ പറ്റുന്ന ഒരു ഹൈറ്റേ ഉള്ളൂ. പിന്നെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് വേസ്റ്റ് വാരാനും കാര്യങ്ങളെല്ലാം എളുപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ ആ വെട്ടുകല്ലിൻ്റെ ഹൈറ്റിൽ നമ്മൾ 2-3 പലകയോ കാര്യങ്ങൾ തടി കഷ്ണമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മേലെ കോഴികൾ കയറി നിന്ന് കഴിഞ്ഞാൽ കോഴിക്ക് അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഈ ഹൈറ്റ് കിട്ടും. വരുന്നത് വളരെയധികം കുറഞ്ഞു കിട്ടും. കോഴിക്ക് നിലത്ത് നിൽക്കുന്നത് ഭയങ്കര പ്രശ്നമാണെന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. കാരണം കോഴിക്കൂടൊക്കെ അതുകൊണ്ടാണ് പൊക്കി പണിയുന്നത്. അപ്പോൾ അത് തടി കഷ്ണമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോഴി നിന്നോളും. ഇപ്പം 2 കമ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റിലൊക്കെ നിർത്താൻ പറ്റും. അപ്പം കോഴിയുടെ എണ്ണം അതിലും കൂടുതൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഷീറ്റ് ഇടാനടക്കം നമ്മൾ 3/4 പൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ചിലവ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം പിന്നെ ഷീറ്റിൻ്റെ പൈസയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ടാർപ്പോ പോലത്തെ സംഭവങ്ങൾ കെട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി പൈസ കുറയും. അപ്പോൾ ഇതിൻ്റെ ചിലവിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. അതിൻ്റെ ചിലവ് വരുന്നത് മൊത്തം 25,000 രൂപയാണ് ഇതിന് ഫുള്ളായിട്ട് ചിലവ് വരുന്നത്. അതായത് വെട്ടുകല്ലിൻ്റെ പൈസ ഉൾപ്പെടെ വെട്ടുകല്ല് പണി ഉൾപ്പെടെ വരുന്നതിന് ചിലവ് മാക്സിമം 25,000 രൂപയാണ്. അപ്പോൾ ആ പൈസയ്ക്ക് ഈ ഒരു കൂട് നിങ്ങൾക്ക് എപ്പോഴും ലാസ്റ്റിംഗ് ആയിരിക്കും. ഈ കൂട്
എന്ന് പറഞ്ഞാൽ ആകെ വരുന്നത് തുരുമ്പ് വരുന്നുള്ള ഒരു പ്രശ്നമല്ല. തുളുമ്പ് കാരണം കോഴി അടിയിൽ നിൽക്കാത്തതുകൊണ്ട് അടിവശമൊന്നും തുരുമ്പെടുക്കില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ കോഴീനെ മാറ്റിയിട്ടോ ആണെങ്കിലും സുഖമായിട്ട് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതി. ഒരു 4-5 വർഷം കൂടുമ്പോൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി കാലം ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ അളവിനെക്കാട്ടും കുറച്ച് കൂടുതലെങ്കിലും പിന്നെ ഈ 2 സൈഡിലോട്ടും വേണമെങ്കിലും കുറച്ച് വീതി നീളമൊക്കെ കുറച്ച് കൂട്ടി സുഖമായിട്ട് പണിയാൻ പറ്റും. അപ്പോൾ 7 അടി എന്നുള്ളത് 10 അടിയോ 20 അടിയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കോഴിക്കോട് ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി ലാസ്റ്റിങ് കാര്യങ്ങളൊക്കെ കിട്ടും. ഇക്കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം കോഴിയുടെ നിന്ന് കിട്ടുന്ന വരുമാനം തുച്ഛമാണ്. അപ്പോൾ അത് പരമാവധി നമുക്ക് കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒത്തിരി വലിയ കോഴിക്കോട് കാര്യങ്ങളൊക്കെ വേണ്ടി റെഡിമെയ്ഡ് ചെയ്യാതെ ഇങ്ങനെയുള്ള കോഴിക്കോട് ചെയ്യാൻ ശ്രമിക്കുക. സ്ഥല സൗകര്യം ഒരു പ്രശ്നമായിരിക്കും. സ്ഥലമുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ നടക്കുള്ളൂ, അല്ലാത്തവർക്ക് റെഡിമെയ്ഡ് വാങ്ങാനേ നടക്കുള്ളൂ. റെഡിമെയ്ഡ് എങ്ങനെയാണെങ്കിലും പോകും. നമ്മളോട് പറയുന്ന പലരോടും നമ്മൾ റെഡിമെയ്ഡ് കോഴിക്കോട് ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം നമുക്കതിന് താല്പര്യമില്ല. കാരണം നമ്മൾ വീണ്ടും കാണുമ്പോൾ ഇത് പറയും, അയ്യോ അതിൻ്റെ അടിവശം തുരുമ്പെടുത്ത് പോയി എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട്. അപ്പം നമുക്കതൊരു ഭയങ്കര ഒരു വിഷമമാണ്. കാരണം നമ്മൾ അത്രയും പൈസ വാങ്ങിയിട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് ഞങ്ങൾക്കൊരു മുതലിൽ കിട്ടാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള സംഭവം ചെയ്യുന്നത് വളരെ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്ഥല സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം ചിലവ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ മൊത്തം ചിലവാണ്. ഫുള്ളായിട്ടുള്ള, അതായത് വെട്ടുകല്ല്, നെറ്റ്, മെഷ്, ഷീറ്റ് ഉൾപ്പെടെയുള്ള ചിലവാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ റൂഫിങ്ങിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അതൊക്കെ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇൻഫർമേഷനുള്ള വീഡിയോകൾ നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. അതൊക്കെ പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും.